3.5 വർഷം ഒരു തറയിലിരുന്നില്ല. കാരണം ഹിപ്പിന്റെ ബോൾ പൊടിഞ്ഞു പോയി. ബ്രദർ, ഈ സിസ്റ്ററിന് കിഡ്നി കംപ്ലൈന്റ് ആയിരുന്നു. കിഡ്നി കംപ്ലൈന്റ്. ഡോക്ടർ പരിശോധനയിൽ പറഞ്ഞു പുതിയ കിഡ്നിയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് മാർച്ച് 26-27 തീയതികളിൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471-257-9998. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പള്ളിപ്പുറത്ത് നിന്നും ജേക്കബാണ്. ഇന്ന് ഈ കുടുംബത്തിൻ്റെ 19th വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവിൻ്റെ അവകാശങ്ങളെ പ്രാപിക്കുന്ന വർഷമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബം നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് ബ്രദറിൻ്റെ ബിസിനസ് അനുഗ്രഹമായിരിക്കണം, കടഭാരം മാറണം, അതുപോലെ തന്നെ ബ്രദറിൻ്റെ ഷുഗർ ലെവൽ നോർമൽ ആകണം, വൈഫിൻ്റെ ക്യാൻസർ സൗഖ്യമാകണം, മകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം. നമുക്കൊരു നിമിഷം അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അവിടുത്തെ പ്രവൃത്തി കുടുംബത്തിലുണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും ഈ കുടുംബം പുറത്തു വരട്ടെ അപ്പാ. ബ്രാൻഡ് ഷുഗർ ലെവൽ നോർമൽ ആവട്ടെ അപ്പാ. വൈഫിൻ്റെ ശരീരത്തിലായിരിക്കുന്ന ക്യാൻസർ സൗഖ്യമാവട്ടെ അപ്പാ. കർത്താവിൻ്റെ പ്രവൃത്തി അതിന്മേലുണ്ടാവട്ടെ അപ്പാ. യേശുപ്പാ, കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. സാമ്പത്തികമായി കുടുംബം ഉയർന്നു വരട്ടെ അപ്പാ. കടഭാരത്തിൽ നിന്നും കർത്താവെ പുറത്തു വരട്ടെ അപ്പാ. എല്ലാ വിധത്തിലും ഉയർച്ചയുണ്ടാവട്ടെ. മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. മകളുടെ വിദ്യാഭ്യാസവും ഭാവിയൊക്കെ അനുഗ്രഹമായിരിക്കട്ടെ അപ്പോൾ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മിറക്കിൾ സൺഡേ മാർച്ച് 3 തിരുവനന്തപുരത്ത്. സമയം രാവിലെ 11 മണി മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കോമ്പൗണ്ട്, കാര്യവട്ടം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-257-9998. കഴിഞ്ഞ ദിവസം നാം കേട്ടതിൻ്റെ തുടർച്ചയായ ഭാവമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായി പോകുന്നത്. കർത്താവ് നമുക്ക് ശ്രേഷ്ഠമായ വിധത്തിൽ കരുതിയിരിക്കുന്നു. അതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ചലിക്കട്ടെ. ആ ബോധ്യത്തിൽ നമുക്ക് ഓരോ ദിവസവുമായിരിക്കാം. തുടർന്ന് നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. സങ്കീർത്തനം 23 അതിന്റെ 5ാമത്തെ വാചകം എടുക്കണ്ട. നിങ്ങൾ നമുക്കറിയാവുന്ന വാചകമാണ്. ശത്രുക്കൾക്ക് മുമ്പാകെ എനിക്ക് മേശ ഒരുക്കുന്നവൻ. ഇംഗ്ലീഷിലെ മേശ എന്ന്, ആ മേശയുടെ വാക്കൊന്ന് പഠിക്കണം. വിരുന്നാണ്, വിരുന്നുമല്ല, കുറച്ചും കൂടെ ആഴത്തിലെ വാക്കാ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം രാജഭോജനം ഒരുക്കുന്നവൻ എന്ന് പറഞ്ഞ ഇടവേ ആട്ടിടയനായി പറയുന്നത് കേട്ടോ. ആരാ പറയുന്നേ? പറ. ഇതിനകത്തുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എൻ്റെ കൂടെ അത് പറഞ്ഞേ ഒക്കൂ. അതുകൊണ്ടാണ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാന്ന്. ആരായി പറയുന്നേ? ഓ, ഒറ്റ ഒരെണ്ണത്തിന്റെ ശബ്ദം പോലും ഇല്ല ഇവിടെ. പറ. ആട്ടിടയൻ. ഈ ആടിനെ എന്ന് പറഞ്ഞ് മേച്ചുകൊണ്ട് നടക്കുന്നയാള്, ഒരു തുണിയും അതിന്റെ മേലൊരു തോർത്തും അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന ഒരു മനുഷ്യൻ. അവൻ പറയുക, എൻ്റെ ശത്രുക്കൾക്ക് മുമ്പാകെ നീ വേണമെങ്കിൽ എടുത്തോ, എനിക്ക് നിർബന്ധമില്ല. പക്ഷെ സ്വർഗം നിന്നെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കുന്ന പാറ്റേൺ ആരെങ്കിലും ദൈവരാജ്യത്തിനകത്തേക്ക് കയറിയാൽ ആദ്യം ഇതും തിന്നാൻ തരത്തില്ല. അങ്ങനെ പരിപാടിയില്ല. അവൻ വിരുന്നിനെ ഒരുക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ടോ? അവരൊക്കെ ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ടോ? അടുത്തിരിക്കുന്നവർ നിങ്ങളുടെ മനസ്സ് മാറുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന ബ്രദറെ എൻ്റെ വീട്ടിലെ ജപ്തിയാ ബ്രദറെ, എങ്ങനെയെങ്കിലും മാറാം ബ്രദർ, ഒന്ന് പ്രാർത്ഥിക്കേ ബ്രദറെ. ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രശ്നമില്ലാതിരുന്നാൽ മതി. ഒന്നും തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, പ്രശ്നമില്ലാതിരുന്നാൽ മതി. നിങ്ങൾ ഒരു നാളും ഈ മേഖലയിലേക്ക് വരത്തില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിന് നിങ്ങളെ ഉയർത്തണമെങ്കിൽ ദാവീദിനെ പോലെ ഇടയനായിരിക്കുമ്പോ, പട്ടിണിയിൽ കിടക്കുമ്പോ, ഞെരുക്കത്തിൽ ഇരിക്കുമ്പോ സ്വപ്നം കാണാൻ കഴിയണം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? അതുകൊണ്ടാ ദാവീദ്
അതുകൊണ്ട് ദാവീദ് സങ്കീർത്തനം 16 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഇതാ എനിക്കൊരു ഒരു അളവു നൂൽ വീണിരിക്കുന്നു, മനോഹര ദേശത്ത് എനിക്കൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, അവൻ ദാവീദ് ഞെരുക്കത്തിലിരിക്കുമ്പോൾ പറഞ്ഞു, ഈ ഞെരുക്കമൊന്നും എനിക്കൊരു വിഷയമല്ല. ദൂരെ ഒരു സ്ഥലത്ത് എനിക്ക് വേണ്ടി ഒരുവൻ അളക്കുന്നുണ്ട്. ആ അളക്കുന്ന സ്ഥലം മനോഹര സ്ഥലമാണ്. മനസ്സിലാകുന്നുണ്ടോ? കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദാവീദ് എപ്പോഴായിരിക്കുന്ന ഞെരുക്കത്തിലാന്നേ. പക്ഷെ അവൻ പറയുന്ന, അവന് വസ്തുവകയൊന്നുമില്ല. പക്ഷെ അവൻ പറയുന്നത്, എനിക്ക് ഒരു മനോഹര ദേശത്ത് ഒരു വസ്തു ഒരുങ്ങുന്നുണ്ട്, അതിന്റെ അളവ് നൂൽ വീണ് കഴിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? എന്റെ ദൈവം എനിക്ക് വേണ്ടി അത് അളന്ന് കുറിച്ചിട്ടേക്കുക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ആകം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ കാലത് ചവിട്ടുവാനിടയാകും, നിങ്ങളത് അനുഭവിക്കാനിടയാകും. ഓ, സംതിങ് ഈസ് ഗോയിങ് ഓൺ. സമൃദ്ധി. മക്കളെങ്കിൽ അവകാശികൾ. എന്നതാ അവകാശം വേണ്ടേ? എന്നതാ? സ്പെസിഫിക് ആകുക, വ്യക്തതയായി പറ. എന്തെങ്കിലുമൊക്കെ പറയാതെ എന്താണ് അവകാശം? മനോഹര ദേശത്ത് എനിക്കൊരു അളവ് നൂല് വീണു. നിനക്ക് വീട് വേണ്ട സ്ഥലം നിങ്ങൾ കണ്ടിട്ട് പറയണം, അവിടെ വീട് വേണം, അവിടെ എനിക്ക് ആ സ്ഥലം കെട്ടണം, അതാ എനിക്ക് വേണ്ടത്. ഇത് മീറ്റിംഗ് കഴിഞ്ഞ എൻ്റെ അടുത്ത് ക്യൂ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? എങ്ങനെയെങ്കിലും സ്ഥലം വിറ്റ് തരണം, എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച തലേന്ന് സ്ഥലം വിറ്റ് തരണം, എങ്ങനെയെങ്കിലും സ്ഥലം വിറ്റ് തരണം. എങ്ങനെയെങ്കിലും സ്ഥലം വിൽക്കാനേ ആരും വരാറുള്ളൂ. ആരെങ്കിലും ഇതിനകത്തിരിക്കുന്ന ഒറ്റ എണ്ണത്തിരിക്കുന്ന ധൈര്യപൂർവ്വം പറയാവോ, ബ്രദറെ ആ സ്ഥലം ഞാൻ കണ്ടുവച്ചേക്കുവോ, എനിക്കത് കിട്ടണം. അയ്യോ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചേനെ. ഇതെല്ലാവരും പറയുന്നത് എന്നാന്നറിയാം, എങ്ങനെയെങ്കിലും ബാധ്യത തരണം, എങ്ങനെയെങ്കിലും ഇത് വിറ്റ് തരാൻ വേണ്ടി ബ്രദർ ഒന്ന് പിടിക്ക്. വെള്ളം, മണല്, ഉപ്പ് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിരിക്കുക, പെടി ബ്രദറെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതെങ്ങനെയെങ്കിലും വിറ്റ് അവസാനിപ്പിച്ച് തരണം. വിറ്റ് അവസാനിപ്പിക്കാനല്ലാതെ ഒറ്റ എണ്ണം ഇതിനകത്തിരിക്കുന്നു വന്നിട്ടില്ല. എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു, പറഞ്ഞങ്ങ് തീർത്തെന്തായാലും. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. നിങ്ങൾക്ക് വല്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ദാവീദ് ഇടയനായിരിക്കുമ്പോൾ പറയുക, ഞാൻ ഇന്ന് ഇടയനാ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ കാണുന്നവർ, അഭിഷക്തനെ കാണുന്ന ആളുകൾ, അഭിഷേകം പ്രാപിച്ച എന്നെ കാണുന്ന ആളുകൾ, അവരുടെ നടുവിൽ ഞാൻ വിരുന്നൊരുക്കുന്നത് കാണാനായി തുടങ്ങും. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ ബന്ധുക്കൾ ഒരു വാചകം പറഞ്ഞു, ഇതുപോലെ ആഹാരം എല്ലാം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു വിവാഹം ഞങ്ങൾ കണ്ടുകൂടിയിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഏകദേശം 10-20 കുടുംബങ്ങൾ സ്നാനപ്പെടാൻ തയ്യാറായി. 10-20 കുടുംബങ്ങൾ യേശുവിനെ കണ്ടെത്തി. അത് ഒരു വിരുന്നായിരുന്നു. സഹോദരങ്ങളെ, എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പ്ലാൻ എന്തെങ്കിലും തരികയല്ല. ഹല്ലേലൂയ. എനിക്കറിയാം ഇതിനകത്ത് ഞെരുക്കമുള്ളവരുണ്ട്, വിഷമിച്ചിരിക്കുന്നവരുണ്ട്, വീട്ടിനകത്ത് ഒന്നുമില്ലാത്തവരുണ്ട്, വീട് പോലും ഇല്ലാത്തവരുണ്ട്, മറയിൽ താമസിക്കുന്നവരുണ്ട്. അവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവരോട് വിരുന്നെന്ന് പറയുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. നിങ്ങൾക്കത് ചിന്തിക്കാൻ വയ്യ, എനിക്കും ചിന്തിക്കാൻ വയ്യ സഹോദരങ്ങളെ. പക്ഷേ എൻ്റെ ചിന്താഗതിയെ ഞാൻ മാറ്റി, എൻ്റെ വിചാരങ്ങളെ ഞാൻ മാറ്റി. എൻ്റെ വിചാരങ്ങൾ ഈ വചനത്തിനോട് അനുസൃതമായി ഞാൻ പണിയാനായി തുടങ്ങി. എനിക്കൊരു അളവ് നൂല് വീണിരിക്കുകയാണ്. പട്ടണത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഈ ചർച്ചിന് സ്വന്തമായിരിക്കും. ഏഞ്ചൽസ് ചലിക്കുന്നത് എനിക്ക് കാണാൻ കേട്ടോ. പട്ടണത്തിലെ ഏറ്റവും നല്ല സ്ഥലം. ഇതിനകത്ത് ആരെങ്കിലും സുവിശേഷ വേല ചെയ്യുന്നവരുണ്ടോ? അവരോടാ പറയുന്നേ, നിനക്കായിരിക്കും അത്. ജീസസ് നിന്റെ വീട്ടിനകത്ത്, നീ താമസിക്കുന്ന ഇടത്തിനകത്ത്, നീ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ആളുകൾ വന്നിട്ട് പറയും, ഇത് ദൈവം നടത്തുന്നതാണ്, ഇത് ദൈവത്തിന്റെ പരിപാലനയാണ്, ഇത് ദൈവത്തിന്റെ കരമാണ്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. ഞാൻ ദൈവരാജ്യത്തിലെ അവകാശമാ പറയുന്നത് കേട്ടോ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവരാജ്യത്തിലെ അവകാശങ്ങളാ. അതിൽ അടുത്ത വർഷം 10 വർഷം കഴിഞ്ഞിട്ടല്ല, ഈ ദിവസങ്ങളിൽ ഞാൻ നടക്കണം.
ഈ ദിവസങ്ങളിൽ ഞാൻ നടക്കണം. കൂടെ നടന്നോണ്ട് പറ, ഈ ദിവസങ്ങളിൽ ഞാൻ നടക്കണം. പറ പറ. ജസ്റ്റിനെ, നിങ്ങൾ എവിടെയാ സ്ഥലം കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ആഗ്രഹം കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങളും അവിടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം, ഏറ്റവും നല്ല സ്ഥലത്ത്. പറ 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 പറ. യേശുവേ, ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമാണ്, എന്റെ ജനത്തിന്റെ അകത്ത് ഈ ദാരിദ്ര്യ ചിന്ത പൊട്ടണം. എന്തെങ്കിലും വേണമെന്ന് പറയാതെ മനോഹരമായൊരു സ്വപ്നം കാണുവാൻ യേശുവേ ഇവരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നാട്ടെ. ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും പറയരുത്. ദാവീദ് പറഞ്ഞു കേട്ടോ, എനിക്ക് ഒരു അളവ് നൂല് വീണിരിക്കുകയാ. എവിടെങ്കിലും വീണു എന്നല്ല പറഞ്ഞേ, മനോഹര ദേശത്ത്. വായി തുറന്നൊന്ന് പറ, വായി തുറന്ന് പറ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ വർഷം ദൈവം ചെയ്യാൻ പോകുന്നത്, he will transfer his wealth into your hands. അവന്റെ സമ്പത്ത് നിന്റെ കയ്യിലേക്ക് അവൻ ട്രാൻസ്ഫർ ചെയ്യും. അവന്റെ സമ്പത്ത് നിന്റെ കയ്യിലേക്ക് അവൻ ട്രാൻസ്ഫർ ചെയ്യും. നീ അതിൽ നടക്കും, ഞാൻ അതിൽ നടക്കും. പറ, ഞാൻ അതിൽ നടക്കും, ഞാൻ അതിൽ അനുഭവിക്കും, ഞാൻ അതിൽ നടക്കും. ദൈവം യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോ ശ്രദ്ധിച്ചു കേൾക്കണേ ഞാൻ പറയുന്നേ, ഒരു പ്രാവശ്യം മീൻ വർദ്ധിപ്പിച്ചു, അപ്പം വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാർ എത്ര കൊട്ട ശേഖരിച്ചു എന്നാ പറയുന്നേ? 12. ഈ 12 കൊട്ട ഇവന്മാരെങ്ങനെ വീട്ടിൽ കൊണ്ടുപോയോ, അത് അവിടെ ഇട്ടേച്ചു പോയോ? ഇട്ടേച്ചു പോയി. മീൻ വറുത്തു അവര് വഴി ഇട്ടേച്ചു പോയി എന്ന് പറഞ്ഞ തിന്ന് ശേഷിപ്പിച്ചിട്ട് അത് കളഞ്ഞേച്ചു പോകുന്ന പരുവത്തിലേക്ക് യേശു അവരെ അങ്ങ് വർദ്ധിപ്പിച്ചു. ഒറ്റ മിനിറ്റ് നിൽക്കണേ. ഈ 12 കൊട്ട മീൻ വറുത്തത് അല്ലെങ്കിൽ 12 കൊട്ട ഗ്രില്ല് ഫിഷ് നമ്മൾ ആരെങ്കിലും കളഞ്ഞു പോയിസ്നെ? താലകുത്തി നിന്നാ വിളഞ്ഞു പോകത്തില്ല. നമ്മൾ പോക്കറ്റിങ്ങിൽ 2 ഇടും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഇവർക്ക് യേശുവിൻ്റെ കൂടെ നടന്നൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും ഒരു കാര്യമല്ലെന്ന് പിടികിട്ടി. ഇന്ന് 12 കൊട്ടയാണെങ്കിൽ നാളെ 16 കൊട്ടയാന്ന് അവരുടെ തലയിൽ കൂടെ കയറാൻ തുടങ്ങി. കേറിയാൽ രക്ഷപ്പെട്ടു കേട്ടോ. ചില ആളുകൾക്ക് പറയണ്ട, ദൈവത്തിന്റെ സ്വഭാവമേ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്നത്തിനായിരിക്കും ഈ ബാക്കി വരുന്ന പരിപാടി? ഞാൻ എൻ്റെ മക്കൾ എന്തെങ്കിലും ബാക്കി വെച്ചാൽ മര്യാദയ്ക്ക് കഴിച്ചോടാന്ന് പറഞ്ഞാൽ വരട്ടെ. ഇപ്പോഴും അതിൽ മാനസാന്തരം വന്നിട്ടില്ല. ഇനി എന്നാണോ മാനസാന്തരം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ബാക്കി വെച്ചാൽ വഴക്ക് പറയും. ഞാൻ ബാക്കി വെക്കത്തില്ല, അതുകൊണ്ടാണ് ഈ പരിവായേ. എനിക്ക് ബാക്കി വെക്കുന്ന ഇഷ്ടമല്ല, അങ്ങനൊരു സ്വഭാവമുള്ളേ. എൻ്റെ അപ്പൻ എന്നെ തള്ളിയിട്ടുണ്ട് ബാക്കി വെച്ചതിന്, അതുകൊണ്ട് ആ പേടി ഇപ്പോഴും കിടക്കുക തലയിൽ. എൻ്റെ കുഞ്ഞുങ്ങളും ബാക്കി വെക്കുന്നത് എനിക്ക് കണ്ടുകൂടാ. അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിന് മനോഹരമായി പിള്ളേർക്കറിയാം. പപ്പേ ഇപ്പം ഞാൻ ഛർദ്ദിക്കും പപ്പേ എന്ന് പറയും. അപ്പോഴാണ് നിർത്തുന്നേ, പിന്നെ വിട്ടോന്ന് പറയും. നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അഭിഷേകം ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, തിന്ന് ശേഷിപ്പിക്കുക. ഒരു ഹല്ലേലൂയ പറയാമോ? എൻ്റെ ഒരൊറ്റ ശ്രദ്ധിച്ച് കേൾക്കണേ. യേശു ഒരു ഉദാഹരണം പറഞ്ഞു, മുടിയനായ പുത്രന്റെ ഉദാഹരണം. മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ അവന്റെ തലയിൽ കൂടെ കയറിയ ചിത്രം അറിയാം നിങ്ങൾക്ക്? എൻ്റെ വീട്ടിലെ ദാസന്മാരെ ബാക്കി പറ കണ്ട എന്നെ ആരെ മക്കളല്ല, ദാസന്മാര് പോലും എങ്ങനെയാ നീ ഏത് പരുവാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് റെവലേഷനാണ് ഞാൻ സംസാരിക്കുന്നത്. മക്കളല്ല തിന്ന് ശേഷിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞേ. അവിടെ ജോലി ചെയ്യുന്ന ദാസന്മാര് തിന്നത് ശേഷിക്കുക. അതിന്റെ ഇടയിൽ മക്കള് പറയുക, ശേഷിക്കാനൊന്നും ഇല്ല കർത്താവേന്ന്. ആ വീട്ടിലെ ദാസന്മാർ. ഞാൻ കർത്താവിനോട് ചോദിക്കാറുള്ള ചോദ്യം, ഇങ്ങനൊരു ഉദാഹരണം അല്ലാതെ ദൈവമേ നിനക്ക് വേറൊരു ഉദാഹരണം പറയാനില്ലേ? ദാസന്മാർ പോലും ആ വീട്ടിലെ തിന്ന് ശേഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ആ വീട് അത്രത്തോളം സമൃദ്ധിയിലാ ജീവിക്കുന്നേ.
എന്തെങ്കിലും വേണ്ട. നിങ്ങൾ എന്നോട് കൊടുത്ത് പറയാം, ഇനി ഒരിക്കലും പറഞ്ഞാട്ടെ, എന്തെങ്കിലും ദൈവം ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല. സത്യമായിരിക്കുമോ? നടക്കുവോ? പറഞ്ഞോ, സത്യമാണോ? എന്തെങ്കിലും ദൈവം ചെയ്യും. ഞാനും ഒരു വീട് മേടിക്കും. എന്തെങ്കിലും ദൈവം ചെയ്യും. ഇടയുവേ, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഒന്നും നടക്കത്തില്ല. ഇനി എന്ത് ഞാൻ പറയത്തില്ല? പറ, കൂടെ പറ. എന്തെങ്കിലും ദൈവം ചെയ്യുമെന്ന് എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞ്, എന്തെങ്കിലും ചെയ്യുമെന്ന് ഇനി ഞാൻ പറയത്തില്ല. പറയുന്നെങ്കിൽ എന്തേ പറയത്തുള്ളൂ? ദൈവം മനോഹരമായത് ഇന്നത് എനിക്ക് തരുമെന്ന് പറയും. ഇത് എല്ലാവർക്കും വേണമെന്ന് എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിൽ ഓരോന്നിനും എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ നടത്തിയതെന്നുണ്ട്. ഒന്നാമത്, ഭക്ഷണം ദൈവം അവർക്ക് കൊടുത്തത് മേൽത്തരമായതായിരുന്നു. എന്തോ കരമുയർത്തി പറഞ്ഞ ഭക്ഷണം എന്തായിരുന്നു? മേൽത്തരമായതായിരുന്നു. കഴിഞ്ഞില്ല. വെള്ളം എന്തായിരുന്നു കൊടുത്തത്? പാറയിൽ നിന്നുള്ളത്. കുടിക്കാൻ എന്താ കൊടുത്തത്? അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മുന്തിരിയുടെ ചാറ് കൊടുത്തു. ക്രാശാരസമായ വീഞ്ഞു കൊടുത്തു. 32-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഏറ്റവും രുചിയുള്ള വീഞ്ഞു കൊടുത്തു. ഒരു ഹല്ലേലൂയ പറയാം. അപ്പൊ കുടിക്കാൻ ബെസ്റ്റ്. പറ, കുടിക്കാൻ ബെസ്റ്റ്. വായി തുറന്ന് പറയണം കേട്ടോ. കഴിക്കാൻ ബെസ്റ്റ്. ഇനി ഉടുക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാവോ? വേദപുസ്തകത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൽ വായിക്കുകയാ മനോഹരമായൊരു വാക്യം. ആ വാചകം ഒന്ന് ഞാൻ വായിച്ചോട്ടെ, നിങ്ങൾ നിന്നാലും മതി കേട്ടോ. 10-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും ശുശ്രൂഷകന്മാരുടെ നിലയും. ഇനി അടുത്ത വാചകം, അവരുടെ ഉടുപ്പും. കൂടെ നിൽക്കുന്നവരുടെ ഉടുപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ഈ പുസ്തകത്തിൽ ചുമ്മാ എഴുതിയതല്ലെന്നേ. ഈ പുസ്തകത്തിൽ ഒരു കാര്യം ചുമ്മാ എഴുതിയിട്ടില്ല. നിന്റെ വീട്ടിലെ ജോലിക്കാരുടെ ഉടുപ്പ് പോലും സ്വർഗം മാനിക്കുമെന്നായി പറഞ്ഞേ. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വേലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, സോളി നമുക്കൊരു വേഷം മേടിച്ചു കൊടുക്കണം. സോളി എന്നോട് ചോദിച്ചു, നമുക്കോ? ഞാൻ പറഞ്ഞു, ഒരു യൂണിഫോം അവർക്ക് കൊടുക്കണം. അത് ഹോട്ടലായി പോകത്തില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് അന്ന് ആ വാക്യം കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ചിന്തിക്കുമോ, അപ്പം നമ്മുടെ വീട്ടിൽ വരുന്നവരുടെ വേഷം കണ്ടാൽ പോലും വീട്ടിൽ നിൽക്കുന്നവരുടെ വേഷം, മനസ്സിലായോ? മനസ്സേദനം വരുമോ? ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവരുടെ വേഷം പോലും മറ്റുള്ളവർ പറയും ഇത് ദൈവത്തിൻ്റെ കരവാകട്ടോ. വേണമെങ്കിൽ എടുത്തോ, വേണമെങ്കിൽ എടുക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാനായി തുടങ്ങുക. നിന്റെ മനസ്സാവിധത്തിൽ പണിയാനായി തുടങ്ങുക. ദൈവരാജ്യത്തിലെ അവകാശങ്ങളെ പ്രാപിക്കുന്ന വർഷമായിരിക്കട്ടെ ഇത്. എല്ലാ വിധത്തിലും ഉയർച്ചയും മാന്യതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ കേട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത് അനുഗ്രഹമാക്കി തീർക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് സുധാ സാജു എന്നാണ്. സുധാ സാജു തിരുമല എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഒരു കൂട്ടം അത്ഭുതങ്ങളെ കുറിച്ച് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് സിസ്റ്റർ ഇവിടെ ആയിരിക്കുന്നത്. ഒന്നാമതായി, സിസ്റ്ററിന് 3 വർഷം മുമ്പ് യൂട്രസിന് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് സിസ്റ്റർ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് തുടർച്ചയായി മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു. ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, കഠിനമായ പെയിൻ ഉണ്ടായിരുന്നു. സിസ്റ്റർ അങ്ങനെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കാണുന്നതിന് 5 മാസം പ്രഗ്നൻസി സ്റ്റേജ് പോലെ ഇരിക്കുവാണ്, അതുകൊണ്ട് എത്രയും വേഗം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. 5 മാസമായ ഒരു കുഞ്ഞിന്റെ വലിപ്പത്തിൽ ഇരിക്കുവാമഴ, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ അഞ്ചലിൽ വന്ന് ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ബ്രദർ അങ്ങോട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു. തുടർന്ന് സിസ്റ്റർ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് 5 മില്ലിമീറ്ററായി ചുരുങ്ങി ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണമായി സൗഖ്യമായി എന്നാണ് സിസ്റ്റർ സാക്ഷി. 5 മാസം വലിപ്പമുള്ള ഒരു കുഞ്ഞിൻ്റെ വലിപ്പമുണ്ട്. യൂട്രസിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 5 മാസം പ്രഗ്നൻസിയിൽ എത്രയാണ് യൂട്രസിൻ്റെ വലിപ്പം വരുന്നത് അത്രയും തന്നെ വലിപ്പമുണ്ട്. ഇപ്പോൾ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അതായത് യൂട്രസിൻ്റെ വലിപ്പം 5 മാസമുള്ള ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്രയും വലിപ്പം തന്നെ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പം ഓൾറെഡി സർജറി ചെയ്തില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്ക് HB ആണെങ്കിൽ 7 ആയിരുന്നു. അപ്പം ഫിസിക്കലി നല്ല ടയേർഡും ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ബ്രദർ അഞ്ചലിൽ വന്നായിരുന്നു. പക്ഷേ ഒരു 7 മാസം മുമ്പാണ് അഞ്ചലിൽ വന്നത്. അപ്പോൾ ബ്രദറിനെ കണ്ട്
പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു ഓപ്പറേഷൻ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുത്തു. പിന്നെ ഞാൻ അതിനുവേണ്ടി മെഡിസിനൊന്നും ഞാൻ കഴിച്ചില്ല. ഇപ്പോൾ അടുത്തൊരു 5 മാസം മുന്നേ ഞാൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേക്കും അത് 5 സെൻറ്റിമീറ്ററായി കുറഞ്ഞു. പിന്നെ ഞാൻ അത്രയും ചെറുതാക്കിയ കർത്താവിന് അത് ഇല്ലാതാക്കാനും കഴിയും. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. ഹല്ലേലൂയ. മറ്റൊന്ന് സിസ്റ്ററിന് 2 ആഴ്ച മുമ്പ് ശരീരം മുഴുവൻ ഭയങ്കരമായ നീരുണ്ടായി. സിസ്റ്ററിന് മുമ്പ് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കൊളസ്ട്രോൾ 332 തൈറോയിഡ് 100 ആണെന്ന് പറഞ്ഞു. നോർമൽ ബിലോ 5 ആണ് വരേണ്ടത്. എന്നാൽ സൺഡേ ഇവിടെ വന്ന് ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച ഹാർവസ്റ്റ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, തൈറോയിഡ് ഉള്ള എല്ലാവർക്കും ആ രോഗം പൂർണ്ണമായി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ സിസ്റ്ററും വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്, എനിക്ക് പൂർണ്ണ സൗഖ്യമായെന്ന് സിസ്റ്റർ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി സിസ്റ്റർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ തൈറോയിഡ് 7.02 ആയി, കൊളസ്ട്രോൾ 202 ആയി. നല്ല വ്യത്യാസം വന്നു എന്നാണ് സിസ്റ്റർ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒപ്പം സിസ്റ്റർ ബ്ലഡ് റിസൾട്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇത് വിശ്വാസത്താൽ സംഭവിച്ച കാര്യമാണ്. കൊളസ്ട്രോള് LDL 264 ആയിരുന്നു. 330. എൻ്റെ കൊളസ്ട്രോൾ മൊത്തം കൂടെ 114 ഉള്ളൂ. ടോട്ടൽ കൊളസ്ട്രോൾ 114 ഉള്ളൂ. ഇത് 360. എൻ്റെ യേശുവേ 3 ഇരട്ടി. ഹല്ലേലൂയ. ഓക്കെ. TSH വന്നിട്ട് 5 വരാവൂ. അവിടെ എനിക്ക് 100 ആയിരുന്നു. ഇത് ഭയങ്കരമാട്ടോ. ഇതിന് TSH എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? TSH 100 ആണ്. 0.5 വരേണ്ട അടുത്ത്, അല്ലെങ്കിൽ 5 മുതൽ 8 വരെ വരേണ്ട അടുത്ത് 100 ആയിരുന്നു ഉണ്ടായിരുന്നത്. 100 ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് പിന്നെ പരിശോധിച്ചപ്പോൾ എത്രയാ? ഈ 15-ാം തീയതി ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും 7. കണ്ടോ? 15-ാം തീയതി ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണ് കാണുന്നത്. അത് നേരെ 7.2 ആയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. ഗോഡ് ഈസ് അലൈവ്. കർത്താവ് എന്തൊക്കെ ചെയ്യുന്നു. ആമേൻ. മറ്റൊന്ന് സിസ്റ്ററിൻ്റെ മകൻ കഴിഞ്ഞ ആഴ്ച ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തു പോകുമ്പോൾ പോലീസ് പിടിച്ചു. അതിൽ ആവശ്യത്തിനുള്ള പേപ്പറുകളൊന്നും ഉണ്ടായിരുന്നില്ല. RC ബുക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ സിസ്റ്ററിന് നഷ്ടമായിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഇങ്ങനെ സിസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞു, എത്രയും വേഗം RC ബുക്കും ആധാറിൻ്റെ കോപ്പിയുമായിട്ട് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ നോക്കുമ്പോൾ RC ബുക്കും ഇല്ല. ആധാറിനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ആധാർ കാർഡ് വീട്ടിലെങ്ങും കാണാനില്ല. സിസ്റ്റർ വളരെയധികം വിഷമിച്ചു. കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടു. എന്നിട്ടൊന്നും ആധാറിൻ്റെ ഒരു കോപ്പി എടുക്കാനേ കഴിഞ്ഞില്ല. അങ്ങനെ വളരെ ഭാരത്തോടെ ഇരുന്നു. സൺഡേ ഇവിടെ വന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ എല്ലാവരും ദൈവ സാന്നിധ്യത്താലാണ് പോകുന്നതെന്ന്. അപ്പോൾ സിസ്റ്റർ അത് ഓർത്തിട്ട് എൻ്റെ കൂടെ ആ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഒരു കട നടത്തുവാണ്. പലതവണ കടയിലെ മേശയിലെ ഡ്രോയർ തുറന്നു നോക്കുന്നതാണ്. എന്നാൽ അപ്പോൾ സിസ്റ്റർ വിശ്വാസത്തോടുകൂടെ തുറക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു പുതിയ ആധാറിൻ്റെ കോപ്പി ആ മേശയുടെ ഡ്രോയറിലിരിക്കുന്നു. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ബൈക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. വണ്ടർഫുൾ ജീസസ്. കർത്താവ് ചെയ്തിട്ട് നന്ദി. സന്തോഷത്തോടെ പോയാട്ടെ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മാർച്ച് 6 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് മാർച്ച് 7 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മാർച്ച് 19 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, പാലസ് റോഡ്. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മാർച്ച് 20 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം മുനിസിപ്പൽ ടൗൺ ഹാൾ. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ മാർച്ച് 21 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിനു സമീപം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, തൻ്റെ അവകാശങ്ങളെ പ്രാപിക്കുവാൻ തൊക്കോണം ദൈവിക ജ്ഞാനവും ബോധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന
തലയുടെ ഒരു സൈഡിൽ ചരങ്ങായിരിക്കുന്ന ഒരു കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ മകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ അപ്പ. അവിടുത്തെ ശക്തി അതിന്മേൽ വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. തൻ്റെ കൃഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ കൃഷി 100 മേനി വിളവുള്ളതാവട്ടെ അപ്പ. കർത്താവെ, തൻ്റെ ജീവിതത്തിന് അത് അനുഗ്രഹമായിരിക്കട്ടെ, സാമ്പത്തികമായി ഉയർന്നു വരട്ടെ അപ്പ. കർത്താവിൻ്റെ കൃപ ആ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ അപ്പ. താങ്ക് യു ജീസസ്. കർത്താവെ, വാഹനം ഓടിക്കുമ്പോൾ ഭയം തോന്നുന്ന ഒരു വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. യേശുവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുപിച്ച പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുമേൽ അവിടുത്തെ കരം ചലിക്കണമേ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാവട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഇവൾക്കൊരു ഹിപ്പില്ല, ഹിപ്പിന്റെ ഒരു ബോളില്ല, 3.5 വർഷം ഒരു തറയിലിരുന്നില്ല. കാരണം ഹിപ്പിന്റെ ബോൾ പൊടിഞ്ഞു പോയി. ബ്രദർ, ഈ സിസ്റ്ററിന് കിഡ്നി കംപ്ലൈന്റ് ആയിരുന്നു. കിഡ്നി കംപ്ലൈന്റ്. ഡോക്ടർ പരിശോധനയിൽ പറഞ്ഞു പുതിയ കിഡ്നിയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് മാർച്ച് 26, 27 തീയതികളിൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998.